ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ എന്താണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്നാണ് ഫസ്റ്റ് നമ്മൾ പറയുക. സോ എക്സ് ഈസ് സെഡ് ടു ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഇഫ് ടേക്സ് വാല്യൂസ് ഇൻ ആൻ ഇന്റർവൽ. അപ്പോൾ ഈ റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് ഒരു ഇന്റർവെല്ലിലാണ് വാല്യൂ എടുക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ ഒരു ഫൈനൈറ്റ് ഇന്റർവൽ ആവാം, ചിലപ്പോൾ 0 to ഇൻഫിനിറ്റി പോലെയുള്ള ഇൻഫിനിറ്റ് ഇന്റർവൽ ആവാം, അല്ലെങ്കിൽ -∞ to ഇൻഫിനിറ്റി ആവാം. ഓക്കെ, some examples are shown. First one, x is equal to duration of a phone call. ഒരു ഫോണിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. 1 2 3 എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഇന്റർവെല്ലിലെ വാല്യൂ ആയിരിക്കും. അപ്പോൾ 0 to എ പെർട്ടിക്കുലർ നമ്പർ, ഇത് എത്ര വേണേലും ആവാം. ഓക്കെ, ഇതൊരു ഫൈനൈറ്റ് ഇന്റർവെൽ ആണ്, ഒരു ഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു ഇന്റർവെൽ ആണെന്ന് നമുക്ക് പറയാം. സെക്കൻഡ് എക്സാമ്പിൾ, ലൈഫ് ടൈം ഓഫ് ആൻ ഇലക്ട്രോണിക് കോമ്പോണന്റ്. അപ്പോൾ അത് 0 to ഇൻഫിനിറ്റി, ചിലപ്പോൾ വളരെ കാലം നീണ്ടു. ഇപ്പോൾ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും അത് ഫെയിൽ ആവില്ല എന്നൊരു മീനിങ് ഇല്ല, ബട്ട് വളരെ കാലം അത് കേടുകൂടാതെ നിൽക്കും എന്നുള്ളൊരു ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സോ ദീസ് ആർ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ കണ്ടത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്, അതിന്റെ അനാലിസിസിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ നമ്മൾ ചെയ്യുക, എന്താണ് അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ്, എക്സ്പെക്ടേഷൻ, ഈ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത്. അപ്പോൾ ഇവിടെ ഈ തരത്തിലുള്ള കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇന്റർവെല്ലിൽ എടുക്കുന്ന ഒരു റാൻഡം വേരിയബിൾ എക്സിന്റെ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈം എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്, PDF. യൂഷ്വലി വി ഡിനോട്ട് ദാറ്റ് യൂസിങ് f(x). ഓക്കെ, അപ്പോൾ f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും എക്സ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ആ ഫംഗ്ഷനെയാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അറിയാമെങ്കിൽ ഇത് വെച്ചിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക. ഓക്കെ, സോ എന്താണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നോക്കാം. എ ഫംഗ്ഷൻ f(x) corresponds to a continuous random variable x defined in -∞ to ഇൻഫിനിറ്റി. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ഇന്റർവൽ ആണ് -∞ to ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ റാൻഡം വേരിയബിളിന് ഇടയ്ക്കത്തുള്ള ഒരു ഫൈനൈറ്റ് കേസ് മാത്രമായിരിക്കും ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവുക, AB ആയിരിക്കും. ബാക്കി സ്ഥലത്തൊക്കെ അതിന്റെ വാല്യൂ 0 എന്ന രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്യും. സോ ജനറലി വി സേ ദാറ്റ് എക്സ് ഇസ് ഡിഫൈൻഡ് ഇൻ -∞ to ഇൻഫിനിറ്റി. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് എന്ന് പറയണമെങ്കിൽ f(x) must be greater than or equal to 0. കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ, ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി f(x) dx equal to 1. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ ഇതാണ്, ഇതൊരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നതാണ്. f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ തീർച്ചയായിട്ടും x ആക്സിന് മുകളിലായിരിക്കണം. ഓക്കെ, അതുപോലെ ഇത് x ആക്സുമായിട്ട് ബൗണ്ട് ചെയ്യുന്ന ഏരിയ, ആക്ച്വലി നമ്മളൊരു ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് യു ദ ഏരിയ, റൈറ്റ്. ഇതൊരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷന്റെ x ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ കംപ്ലീറ്റ് ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ നമുക്ക് എപ്പോഴും എന്തായിരിക്കണം, 1 ആയിരിക്കണം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ, അങ്ങനെ ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അതിനെ നമുക്കൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷനെ വെച്ചിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഇതാണ് നെക്സ്റ്റ് വൺ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ f(x) എന്ന് നമ്മൾ പറയാം. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ നൊട്ടേഷൻ ഇതാണ്, ക്യാപിറ്റൽ f(x) എന്ന് പറയാം. ക്യാപിറ്റൽ f(x) defined as the probability that this random variable x takes the value from -∞ to a particular value x. -∞ മുതൽ ഒരു x വരെ ഈ റാൻഡം വേരിയബിൾ x വാല്യൂ ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ആ പ്രോബബിലിറ്റി ആണ് ആക്ച്വലി എന്ത് വിളിക്കാം, നമ്മൾ f(x) എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിട്ട് വിളിക്കാം. അപ്പോൾ ആ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു x ഫിക്സ് ചെയ്യുന്നു, ഇതാണ് നമ്മുടെ x എന്ന് പറഞ്ഞ വാല്യൂ എന്ന് വിചാരിക്കും. അപ്പോൾ -∞ മുതൽ ഈ x വരെയുള്ള വാല്യൂസ്, ഇതാണ് -∞. -∞ മുതൽ x വരെയുള്ള ഈ ഏരിയ. ഓക്കെ, ഈ ഏരിയ ആണ് നമ്മൾ എന്ത് വിളിക്കുക, f(x) എന്ന് വിളിക്കുക. ആക്ച്വലി f(x) എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഏരിയ ഫംഗ്ഷൻ ആയിരിക്കും, റൈറ്റ്. ഈ f(x) എന്ന് പറയുന്നത് ഒരു ഏരിയ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇതിന്റെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം വെച്ചാൽ, ഇവിടെ നമ്മൾ ഈ എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുന്നു എന്ന് വിചാരിക്കും. ഇൻഫിനിറ്റി കൊടുക്കാന്ന് വെച്ചാൽ -∞ to ഇൻഫിനിറ്റി ആയി. അപ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. ടോട്ടൽ ഏരിയ എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. അതുപോലെ
ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓൾവേസ് വി ഡിഫൈൻ ആസ് ദി ഇന്റഗ്രൽ ഓഫ് ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലേ. അപ്പർ ലിമിറ്റ് എപ്പോഴും എക്സ് ആയിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഡെൻസിറ്റി ഫംഗ്ഷൻ ഇന്റഗ്രൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ തിരിച്ച് റിലേഷൻ എന്തായിരിക്കും, ഈ ബിഗ് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ ഓൾവേസ് റിമെമ്പർ, ഇന്റഗ്രൽ ഓഫ് ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ഡെറിവേറ്റീവ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ ഈ റിസൾട്ട് എപ്പോഴും ഓർത്തിരിക്കണം, അത് തമ്മിലുള്ള റിലേഷൻ. റൈറ്റ്, ഇതാണ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ, ഇനിയിപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നമ്മളൊരു പെർട്ടിക്കുലർ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു ഇപ്പോൾ നമ്മളൊരു ഫോൺ കോളിൻ്റെ കേസ് തന്നെ എടുക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ വി ആർ ഇൻ എ കോൾ ആൻഡ് വി തിങ്ക് അബൌട്ട് എ പ്രോബബിലിറ്റി ലൈക്ക് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഡ്യൂറേഷൻ ഓഫ് ദ ഫോൺ കോൾ ഈസ് ഇൻ ബിറ്റ്വീൻ 2 minutes to 3 minutes. ഓക്കെ, എക്സാക്ട്ലി 3 minutes എന്ന് പറഞ്ഞൊരു മീനിങ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനകത്തില്ല. 2 minutes മുതൽ 3 minutes വരെ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്, അങ്ങനെ ചോദിക്കാം അല്ലേ. അല്ലെങ്കിൽ 3 minute കൂടുതൽ ആവാനുള്ള പ്രോബബിലിറ്റി, നമ്മളൊരു ഫോൺ കോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് എക്സീഡ്സ് 3 minutes, അങ്ങനെയുള്ള പ്രോബ്ലം ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ദാറ്റ് ദ കോൾ എൻഡ്സ് ഇൻ 2 minutes, അങ്ങനെ വേണം പറയാം. അപ്പോൾ 2 മിനിറ്റിനുള്ളിൽ ആ കോള് കട്ടാവാനുള്ള പ്രോബബിലിറ്റി. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അല്ല, നമ്മൾ വെറുതെ ആണെങ്കിലും ചിന്തിക്കാറില്ലേ, ചില കോൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ആ കോളൊരു ഓക്കെ അത് ഉറപ്പാണ്, ആ കോളൊരു 10 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത് പ്രോബബിലിറ്റി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വി ആർ അത് പ്രോബബിലിറ്റി ദാറ്റ് കോൾ എക്സീഡ്സ് 10 minutes, ആ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. വി ആർ ഓൾമോസ്റ്റ് ഷുവർ. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ പറയാം. അപ്പോൾ അതെങ്ങനെയാണത് അങ്ങനെയുള്ള പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാമെന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയാം. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഡെൻസിറ്റി ഫംഗ്ഷൻ ഇന്റഗ്രൽ എപ്പോഴും നമുക്ക് എന്ത് തരുന്ന പ്രോബബിലിറ്റി ആയിരിക്കും. അപ്പോൾ എവിടെ മുതൽ എവിടം വരെ എന്ന് മാത്രം നോക്കിയാൽ മതി, അതായിരിക്കും ഈ ഇന്റർവെല്ലിൽ നമുക്ക് തന്നിരിക്കാം. പ്രോബബിലിറ്റി ദാറ്റ് എ ഈസ് ലെസ് ദാൻ എക്സ് ഈസ് ലെസ് ദാൻ ബി കണ്ടുപിടിക്കാൻ ഇറ്റ്സ് ഇനഫ് ടു ഇന്റഗ്രേറ്റ് എഫ് ഓഫ് എക്സ് ഫ്രം എ ടു ബി. അപ്പോൾ ഇപ്പോൾ ഈ കർവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എയ്ക്കും ബിക്കും ഇടയ്ക്കാനുള്ള പ്രോബബിലിറ്റി ആണ്. അപ്പോൾ ഈ ഏരിയ ആണ് ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ റിക്വയർഡ് പ്രോബബിലിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് ആക്ച്വലി എന്ത് തരിക, നമുക്ക് ഈ പ്രോബബിലിറ്റി തരാം. ഓക്കെ, അടുത്തത് എക്സ്പെക്ടേഷൻ ആണ്. എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആൻഡ് എക്സ് സ്ക്വയർ അല്ലേ. എക്സിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന ഫോർമുല നമ്മൾ കണ്ടാണ് ഇ ഓഫ് എക്സ്. അപ്പോൾ ഡിസ്ക്രീറ്റ് കേസിലാണെങ്കിൽ അത് സിഗ്മ എക്സ് പി ഓഫ് എക്സ് ആയിരുന്നു. ഇവിടെ സിഗ്മ അല്ല, പകരം കണ്ടിന്യൂസ് സമ്മേഷൻ ആണ്, ആൻഡ് ദാറ്റ് ഈസ് ഇന്റഗ്രൽ. ഇന്റഗ്രൽ എക്സ് എവിടെ മുതൽ എവിടം വരെയാണോ ഡിഫൈൻ ചെയ്യുക എൻറ്റയർ ഇന്റർവെല്ലിൽ, ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ദ ഫോർമുല ടു ഫൈൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ടൈംസ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഓക്കെ, സോ ദീസ് ആർ ദ ഫോർമുലാസ് ടു ഫൈൻഡ് ഇ ഓഫ് എക്സ് ആൻഡ് ഇ ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇ ഓഫ് എക്സും ഇ ഓഫ് എക്സും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേരിയൻസ് കാണാൻ ഒരു ഫോർമുല ഉണ്ട്. നമ്മൾ നേരത്തെ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ പഠിച്ച അതേ ഫോർമുല തന്നെയാണ്. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇത് വെച്ചിട്ട് നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കാം. ഇത്രയാണ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഫോർമുല എന്ന് പറയാം. ഓക്കെ, the first question number 1. The current in a certain circuit as measured by an ammeter is a continuous random variable x with the following density function. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആലോചിക്കുന്നുണ്ടാവും, അതായത് കറണ്ട്, ഒരു സർക്യൂട്ടിലെ കറണ്ട് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടാണ് റാൻഡം വേരിയബിൾ ആവുക. കാരണം കറണ്ട് എന്ന് പറയുന്ന ഓൾവേസ് എല്ലായ്പ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂസ് നമുക്ക് തന്നുകൊള്ളണമെന്നില്ല, അതിപ്പോഴും അങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് നമുക്ക് റാൻഡം വേരിയബിൾ ആയിട്ടാണ് പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കോൺസ്റ്റന്റ് എല്ലായ്പ്പോഴും ഒരു കൃത്യമായിട്ടൊരു കറണ്ട് തരുന്ന ഒരു സർക്യൂട്ട് ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അവിടെ നമുക്ക് ഇങ്ങനെയുള്ള അസംഷൻസിൻ്റെ അല്ലെങ്കിൽ എന്തൊന്നും ആവശ്യമില്ല. പക്ഷെ ഒരു കൃത്യമല്ലാത്ത രീതിയിൽ കറണ്ട് ഒരു റാൻഡംനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രോബബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ക്വസ്റ്റൻ ഇതാണ്. ഇതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുക. സോ ഗ്രാഫ് ദ PDF and verify that the total area under the density curve is indeed 1.
ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് ട്രേസ് ചെയ്ത് നോക്കാം എന്താണ് ഈ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ മൈനസ് ഇൻഫിനിറ്റി ടു ദിസ് ഇസ് എക്സ് ആക്സിസ്, ദിസ് ഇസ് ദി ഫംഗ്ഷൻ വൈ ആക്സിസ്. നമ്മൾ എഫ് ഓഫ് എക്സ് വൈ ആക്സിലാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇത് 0.075 എക്സ് പ്ലസ് 0.2 എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ. ആ വാല്യൂ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 3 to 5 മാത്രമേ ഉള്ളൂ. ഫ്രം 3 to 5 അത് ഡിഫൈൻ ചെയ്തിരിക്കുക. Okay, so we have a point 3 here and 5. Okay, ഇവിടെ നമ്മൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ you will get a value. ഇവിടെ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 times 0.075 നമുക്കൊരു വാല്യൂ കിട്ടും. 5 plus 0.2 എന്ന് പറയുന്നൊരു വാല്യൂ നമ്മൾ കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ആ വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുക. ഓക്കെ, അതുപോലെ എക്സ് ഇസ് ഈക്വൽ ടു 5 കൊടുക്കുമ്പോൾ 0.075 times 5 plus 0.2 ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ, അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടുമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതാണ് ഈ ഫംഗ്ഷൻ, ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. എക്സാക്ട്ലി ഞാൻ ആ കറക്റ്റ് പോയിന്റ് അല്ല മാർക്ക് ചെയ്തിരിക്കുന്നത്, വാല്യൂ നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കാം. എക്സ് 3 കൊടുക്കുമ്പോൾ ഇവിടെ നമുക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ, എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് 3 എന്ന് പറയുന്ന വാല്യൂ, അതുപോലെ എഫ് ഓഫ് 5 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും ഇത്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുക, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ബാക്കി എല്ലാ സ്ഥലത്തും ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഓക്കെ, ആക്ച്വലി ഫംഗ്ഷൻ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കാരണം മൈനസ് ഇൻഫിനിറ്റി മുതൽ 3 വരെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. 3 to 5 നമുക്ക് ഇവിടെ ഒരു എഫ് ഓഫ് എക്സ്, നോൺ സീറോ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് വീണ്ടും ഫംഗ്ഷൻ എന്താണ്? 0 ആണ് എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഫംഗ്ഷൻ ആണ് (0.075 x plus 0.2 എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിന്റെ ഏരിയ ഫസ്റ്റ് 1 ആണെന്ന് നമ്മൾ പറയണം. എന്ന് വെച്ചാൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ, ടോട്ടൽ ഇന്റഗ്രൽ ഉണ്ടാൽ മതി ഫസ്റ്റ് 1. അപ്പോൾ A is integrate this function from actually minus infinity to infinity ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് പ്രോബ്ലത്തിൽ മാത്രമേ കംപ്ലീറ്റ് സ്റ്റെപ്പ് എഴുതാം. ഇറ്റ്സ് ലൈക്ക് മൈനസ് ഇൻഫിനിറ്റി ടു 3, മൈനസ് ഇൻഫിനിറ്റി മുതൽ 3 വരെ ഫോമിന്റെ ഫംഗ്ഷൻ 0 ആണ്. 0 dx പ്ലസ് ഇന്റഗ്രൽ 3 to 5 നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് 0.075x plus 0.2 dx plus then again from 5 to infinity നമുക്ക് ഫംഗ്ഷൻ ഉണ്ട്, പക്ഷേ അത് 0 ആണ്. റൈറ്റ്, ഇതാണ് നമുക്ക് വാല്യുവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇന്റഗ്രേറ്റ് ദിസ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് 0 ആണ്, സെക്കൻഡ് പാർട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0.075 ടൈംസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 0.2 എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഫ്രം 3 to 5. ഓക്കെ, അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കൂ. എക്സിനകത്തേക്ക് നമ്മൾ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ you can use calculator. അപ്പോൾ 0.075 ടൈംസ് എക്സ് സ്ക്വയർ, എക്സിൻ്റെ സ്ഥാനത്ത് 5 കൊടുക്കുക, 5 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 0.2 ടൈംസ് വീണ്ടും 5 കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1.9375 എന്ന് കിട്ടും അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ. ഇനി ഇതുപോലെ ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.075 ടൈംസ് 3 ടൈംസ് 3 അല്ലെ 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 0.2 ടൈംസ് 3 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് കിട്ടും 0.9375 എന്ന് കിട്ടും. When you subtract this one you will get 1. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടുത്തെ ഈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് 1 കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എന്താണ്? ഒരു ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ഓക്കെ, അടുത്തത് സെക്കൻഡ് പാർട്ട്, കാൽക്കുലേറ്റ് p of x less than or equal to 4. ഓക്കെ, p of x less than or equal to 4 ആണ് ഇവിടെ പറഞ്ഞിരിക്കുക. How does this probability compare to p of x strictly less than 4? ഓക്കെ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ p of x less than or equal to 4, റൈറ്റ്. സോ p of x less than or equal to 4. അപ്പോൾ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് വെച്ചാൽ നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനകത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ വാല്യൂ, അതായത് ഇപ്പോൾ p of x is equal to 4 എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എൻ്റെ ഫോർമുല ഇതാണ്.
ഇൻ്റഗ്രൽ ഫ്രം 4 to 4 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഏത് ഫംഗ്ഷൻ ആയിക്കോട്ടെ, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെയിം ആണെങ്കിൽ ആ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, പ്രോബബിലിറ്റി അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറയുന്നതും പി ഓഫ് എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 4 എന്ന് പറയുന്നതും എക്സ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇത് രണ്ട് സെയിം ആയിരിക്കും. രണ്ടിൻ്റെയും ഫോർമുല എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 4ൽ താഴേക്കുള്ള വാല്യൂസ് എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ 4ന് താഴേക്കുള്ള -∞ മുതൽ 4 വരെ പോകും എഫ് ഓഫ് എക്സ് ഡി എക്സ്, റൈറ്റ്? പക്ഷേ നമ്മുടെ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം നോൺ സീറോ വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്ന എവിടെ മുതലേ ഉള്ളൂ? 3 മുതലേ ഉള്ളൂ. 3ക്ക് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫംഗ്ഷൻസ് ഒക്കെ 0 ആണ്. അപ്പോൾ 3 to 4 മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതിയോ? ഓക്കെ, സോ ഇറ്റ്സ് ഇൻ്റഗ്രൽ 3 to 4.075x plus 0.2 dx. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0.075 x square by 2 plus 0.2 x എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് 3, അപ്പർ ലിമിറ്റ് 4. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ 0.075 ടൈംസ് അപ്പർ ലിമിറ്റ് കൊടുക്കുക. സോ 4 times 4 ഡിവൈഡഡ് ബൈ 2 മൈനസ് 0.2 times 4 കൊടുക്കുമ്പോൾ 1.4 എന്ന് കിട്ടും. മൈനസ് 3യിൽ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചായിരുന്നു. 0.9375 ആണ്. 0.9375. So when you subtract, you will get the answer is 0.4625. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുക. ഓക്കെ, പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അതുപോലെ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. സി പാർട്ട്, കാൽക്കുലേറ്റ് 3.5 to 4.5. അപ്പോൾ ഈ പ്രോബ്ലം ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ജസ്റ്റ് റൈറ്റ് ദ ഫോർമുല ഹിയർ. Second part is easy, like this one. Integrate 3.5 to 4.5 this density function 0.075x plus 0.2 x dx. Okay, integrate here. Upper limit 4.5 substitute here, lower limit 3.5 substitute here. അപ്പോൾ കിട്ടുന്നതായിരിക്കും ആൻസർ. അതുപോലെ പി ഓഫ് 4.5 ലെസ് ദാൻ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻ്റഗ്രൽ 3 to 3 മുതലാണ് നോൺ സീറോ വാല്യൂ തുടങ്ങുന്നത്. 3 മുതൽ 4 വരെയുള്ള ആ ഫംഗ്ഷൻ്റെ ഏരിയ അതാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ പ്രോബബിലിറ്റി. അപ്പോൾ ഇത് രണ്ടും സി പാർട്ട് യു ക്യാൻ ഡു ദിസ് ആസ് എ ഹോംവർക്ക്, ഹൗ ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റീസ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ let x denote the amount of time a book on 2-hour reserve actually checked out and suppose the CDF. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് തന്നിരിക്കുക. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഓൾവേസ് റെപ്രസെൻറ്റ്സ് എ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഓക്കെ, ബിഗ് എഫ് ഓഫ് എക്സ് ആണ് തന്നിരിക്കുക. അപ്പോൾ യൂസ് ദ CDF ടു ഒബ്റ്റെയിൻ ദ ഫോളോയിങ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് വെച്ചിട്ട് പറയുമ്പോൾ നമുക്കിതിപ്പോൾ ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്ന ഏരിയ ഫംഗ്ഷൻ ആണ് അല്ലേ, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ് തന്നിരിക്കുക. അപ്പോൾ 0ക്ക് താഴേക്ക് ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. ഓക്കെ, ക്യാപിറ്റൽ എഫ് ഓഫ് ഏരിയ ഫംഗ്ഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 0 മുതൽ 2 വരെ നമ്മുടെ ഫംഗ്ഷൻ x² by 4 ആണ്. x² by 4 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അടുത്തത് ഓക്കെ, 2ന് റൈറ്റ് സൈഡിലേക്ക് ഫംഗ്ഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇങ്ങനെ കിട്ടും, 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ കിട്ടും. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ, ഇത് ഏരിയ ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ എക്സിന് ഏതെങ്കിലും ഒരു വാല്യൂ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -∞ മുതൽ അവിടം വരെയുള്ള ഏരിയ നമുക്ക് കിട്ടും. അതാണ് എഫ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ. ആക്ച്വലി എഫ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സ്മോൾ എക്സ് എന്നാണ്. എക്സ് വരെയുള്ള ഏരിയ നമുക്ക് ഡയറക്റ്റ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് ചോദിച്ചിരിക്കുക. പി ഓഫ് എക്സ് ലെസ് ദാൻ എന്ന് വെച്ചാൽ 1ൽ താഴേക്കുള്ള കംപ്ലീറ്റ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുക അല്ലേ.
1ൽ താഴെ, അപ്പോൾ ഇവിടെ എക്സ് 1 കൊടുത്താൽ പി ഓഫ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1, 1ൽ താഴേക്കുള്ള കംപ്ലീറ്റ് പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് ആക്ച്വലി എന്ത് ചെയ്താൽ മതി, എഫിന് നമ്മൾ 1 കൊടുത്താൽ മതി, റൈറ്റ്. എഫ് ഓഫ് 1 തന്നെ ആയിരിക്കും പി ഓഫ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എഫിന് നമ്മൾ 1 കൊടുക്കുമ്പോൾ 1 എന്ന് പറയുന്ന വാല്യൂ എവിടെയാണെന്ന് ആലോചിക്കാം. 1 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇവിടെയാണല്ലേ, ഇതാണ് 1 എന്ന് പറയുന്ന വാല്യൂ, ഇതാണ് 1 എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ആ 1 എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 1 എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 2, 0ക്കും 2നും ഇടയ്ക്കാണ് 1. അപ്പോൾ നമ്മൾ എവിടെ 1 കൊടുക്കണം, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എപ്പോഴും ഈ ഫംഗ്ഷനിലായിരിക്കണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, x²/4. അതുകൊണ്ട് 1²/4, നമ്മുടെ ആൻസർ 1/4 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഇ ഓഫ് 0.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് ചോദിച്ചിരിക്കുക. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 0.5നും 1നും ഇടയ്ക്കുള്ള 0.5നും 1നും ഇടയ്ക്കുള്ള ഏരിയ കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് 0.5, റൈറ്റ്. അപ്പോൾ ആക്ച്വലി എഫ് ഓഫ് 1 നമ്മൾ കണ്ട എന്ത് കിട്ടും, എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1ന് താഴേക്കുള്ള കംപ്ലീറ്റ് ഏരിയ കിട്ടും, റൈറ്റ്. ഫുൾ ഏരിയ കിട്ടും. ഇവിടെ 0 ആയതുകൊണ്ട് ഏരിയ 0 ആയിരിക്കും, ബട്ട് ദ ടോട്ടൽ ഏരിയ ലെസ് ദാൻ 1 ആണ് കിട്ടുക, റൈറ്റ്. ടോട്ടൽ ഏരിയ അപ് ടു 1 കിട്ടും. അപ്പോൾ 0.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും, ഏരിയ അപ് ടു 0.5 കിട്ടും. അപ്പോൾ ആക്ച്വലി ഈ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും, എഫ് ഓഫ് 1ൽ നിന്നും എഫ് ഓഫ് 0.5 കുറച്ചാൽ മതിയാവും. ഓക്കെ, എഫ് ഓഫ് 1 ഓൾറെഡി നമ്മൾ 1/4 എന്ന് കണ്ടുപിടിച്ചു, മൈനസ് എഫ് ഓഫ് 0.5 എന്ന് പറയുന്നത് 0.5 ദ ഹോൾ സ്ക്വയർ ബൈ 4 ആയിരിക്കും. ഇത് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ചത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ആണ്, എളുപ്പമാണ്. കാരണം ഇത് ഓൾറെഡി ഏരിയ ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ പ്രോബിലിറ്റി ഫംഗ്ഷൻ ആണ്. അതിനകത്തേക്ക് എക്സിന്റെ വാല്യൂ മാത്രം കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരു ഇന്റർവെല്ലിനാണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ സബ്ട്രാക്ട് ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, അതുപോലെ പി ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1.5, 1.5ന് മുകളിലേക്കുള്ള ഏരിയ ചോദിച്ചിരിക്കാം അടുത്തത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യും, ഗ്രേഡ് 1 പി ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1.5. ഓക്കെ, പി ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1.5 എന്ന് വെച്ചാൽ ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും അല്ലേ. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, പി ഓഫ് എക്സ് ലെസ് ദാൻ 1.5 കുറച്ചാൽ മതിയോ. ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും 1 ആണ് അതിൽ നിന്ന്. അപ്പോൾ അല്ലെ, ഇവിടെ 1.5 ഉണ്ടെങ്കിൽ ഇതിന് മുകളിലേക്കുള്ള ഈ ഏരിയ ആണ് നമ്മൾ ചോദിച്ചിരിക്കുക. ഇതാണ് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ ഏരിയ 1 ആണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഈ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മതിയോ, റൈറ്റ്. ഈ പറയുന്ന ഈ ഏരിയ ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതാണ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5 എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ ഈ ഏരിയ സബ്ട്രാക്ട് ചെയ്യാം. ഈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5 എന്ന് പറയുമ്പോഴത്തേക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയി, അതായിരിക്കും എഫ് ഓഫ് 1.5, റൈറ്റ്. എപ്പോഴും ഒരു പെർട്ടിക്കുലർ പോയിന്റ് ലെഫ്റ്റ് സൈഡിലേക്കുള്ളതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് തരാം. 1.5 ലെഫ്റ്റിലേക്കുള്ള ഏരിയ അതെന്ന് പറയുന്നത് എഫ് ഓഫ് 1.5 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് 1.5 ദ ഹോൾ സ്ക്വയർ ബൈ 4, അതല്ല ഫംഗ്ഷൻ x²/4 ആണ് ഫംഗ്ഷൻ. അപ്പോൾ 1.5 ദ ഹോൾ സ്ക്വയർ ബൈ 4. ഇത് കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്തിട്ട് ഈ വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, അതാണ് ടി എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് പ്രോബിലിറ്റീസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഈ ഡി പാർട്ട് ഇതൊരു പെർസെൻറ്റൈൽസ് ആണ് നമ്മൾ പറയാം, മീഡിയം കണ്ടുപിടിക്കാനുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, സീ ദിസ് ലേറ്റർ. ഓക്കെ, അടുത്തത് f dash of x കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. f dash of x to obtain the density function. ഓക്കെ, അപ്പോൾ f dash of x കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് f of x എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഡെറിവേറ്റീവ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് നമ്മുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത്. കണ്ട 0ൽ താഴെ 0 ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എടുത്ത് എന്ത് തന്നെ കിട്ടും, ഇവിടെ 0 ഡെറിവേറ്റീവ് 0 തന്നെയാണ്. ഇവിടെ നമുക്കുള്ളതാണ് x²/4. അതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് നമുക്ക് ആ ഡെറിവേറ്റീവ് കാണാൻ പറ്റും. റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ 1 ആണ്. അപ്പോൾ 3 പോർഷനായിട്ട് തന്നെ ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും ഫസ്റ്റ് ഇഫ് എക്സ് ഇസ് ലെസ് ദാൻ 0 ആണ്, ഫംഗ്ഷൻ 0 ആണ്, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. അടുത്തത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 കൊടുക്കുന്നു. അപ്പോൾ അവിടെ നമ്മുടെ ഫംഗ്ഷൻ x²/4 ആയിരുന്നു. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2x/4 എന്ന് കിട്ടും. പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ 2ൽ ഫംഗ്ഷൻ 1 ആയിരുന്നു, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. ഇതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ബാക്കി രണ്ട് സൈഡിലും 0 ആണല്ലോ,
എക്സ് ലെസ് ദാൻ സീറോയിലും എക്സ് ഗ്രേറ്റർ ദാൻ ടൂവിലും ഫംഗ്ഷൻ സീറോ ആണ്. അപ്പോൾ നമ്മൾ ഇത് മാത്രം എഴുതിയാൽ മതിയോ, ബാക്കി സൈഡിലൊക്കെ സീറോ നമ്മളങ്ങ് സ്റ്റേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 x/2 ഫ്രം 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2, 0 അതർവൈസ്. ഇതാണ് ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓൾറൈറ്റ്, ഇതായിരിക്കും ഡെൻസിറ്റി ഫംഗ്ഷൻ 0 മുതൽ 2 വരെ x/2. അതായത് ഈ ആക്ച്വൽ എഫ് ഓഫ് എക്സിന് ഡെറിവേറ്റീവ് എടുത്താൽ മതി, സെക്ഷൻ വൈസ് ആണ് ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, എന്നിട്ട് നോൺ സീറോ കാര്യം മാത്രം നമ്മൾ ഫൈനൽ എഴുതിയാൽ മതി. 0 മുതൽ 2 വരെ ഫംഗ്ഷൻ x/2 ആണ്, ബാക്കി എല്ലാ സ്ഥലത്തും ഫംഗ്ഷൻ എന്താണ്, 0 ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്ത ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇ ഓഫ് എക്സും വേരിയൻസും കാണാനാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ അതും കൂടെ ഒന്ന് ബ്രീഫായിട്ട് പറയാം. ഓക്കെ, സോ ഇ ഓഫ് എക്സ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഇന്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്, റൈറ്റ്. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത ഏരിയയുടെ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 0 to 2 മാത്രമേ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ, അവിടെ മാത്രം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. സോ ഇന്റഗ്രൽ 0 to 2 എക്സ് ടൈംസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് x/2 ആണ്, x/2 dx. ഓക്കെ, ആക്ച്വലി ഫംഗ്ഷൻ x² ആണ്, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2 കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. x² ഇന്റഗ്രൽ x³ 3 ഫ്രം 0 to 2 കൊടുക്കുക. അപ്പോൾ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2³ 2 × 3 എന്ന് കിട്ടും. ഒരു 2 ക്യാൻസൽ ആവും, അപ്പോൾ 4/3 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇ ഓഫ് എക്സ് എന്ന് പറയാം. ഓക്കെ, എക്സ്പെക്ടേഷൻ വളരെ സിമ്പിൾ ഇന്റഗ്രേഷൻ ആണ്. അടുത്തത് ഇ ഓഫ് x² ആണ്. ഇ ഓഫ് x² ഫോർമുല ഇത് തന്നെയാണ്, ഇന്റഗ്രൽ 0 to 2. പക്ഷേ എക്സിന് പകരം x² ഇടണം എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം, എഫ് ഓഫ് എക്സ് dx. ഓക്കെ, സോ ഇറ്റ്സ് ഇന്റഗ്രൽ 0 to 2 x² ടൈംസ് x/2 dx എന്ന് എഴുതാം. That is integral 0 to 2 x³ by 2 dx. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x⁴ 4/8 എന്നാണ് കിട്ടുക, 0 to 2. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 16/8 എന്ന് കിട്ടും. ആൻഡ് 16/8 is nothing but 2 എന്ന് കിട്ടും. ഓക്കെ, ആണ് കിട്ടുക. അതുകൊണ്ട് വേരിയൻസിന്റെ ഫോർമുല നമുക്കറിയാം, ഇ ഓഫ് x² മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇ ഓഫ് x² നമുക്ക് 2 എന്ന് കിട്ടി, മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ 4/3 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക 2 മൈനസ് 16/9 0.2222 ഇങ്ങനെ വാല്യൂ കിട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ആണ്, ദാറ്റ് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് 0.2222. ഇതായിരിക്കും വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്തുള്ള പ്രോബ്ലംസ് നമ്മൾ ഇത് കണ്ടുപിടിക്കും.